എൻ്റെ പേര് സൈമൺ. ഞാൻ 18 വർഷം ഇന്ത്യൻ ആർമിയിൽ 86 മുതൽ 2004 വരെ സർവീസിലായിരുന്നു. അതിനുശേഷം ഞാൻ പെൻഷൻ പോന്നു. പിന്നീട് ഞാൻ കൃഷിയിലേക്ക് മാറണം എന്ന് ആഗ്രഹിച്ചു. കൃഷിയിലേക്ക് പോകാൻ എനിക്ക് ഒരു താല്പര്യം തോന്നാൻ കാരണം, ഈ പ്രപഞ്ചത്തെ നമ്മൾ ജനങ്ങളുണ്ടെങ്കിൽ അവർക്ക് എത്ര വലിയ ജോലിയായാലും കൃഷിയിലൂടെയാണ് ഒരു മനുഷ്യൻ അതിൻ്റെ ഒരു ഉൽപ്പന്നങ്ങളുടെയാണ് അവൻ്റെ ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്ത്. അതുകൊണ്ട് ഞാൻ കൃഷിയിലേക്ക് പോയി. ഞാൻ നാട്ടിൽ വന്ന ശേഷം ഈ അടുത്ത കാലത്ത് ആദ്യം ഒരു 14 ജാതി മരം വെച്ചു. അതിനുശേഷം അതിനോടനുബന്ധിച്ചൊരു കുളം കുത്തി ഞങ്ങളുടെ തറവാട് വീട്ടിൽ. അതുകൂടാതെ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു 3 വർഷത്തോളമായി ഒരു 35 മരങ്ങൾ, ഫ്രൂട്ട്സ്, ഓൺലി ഫോർ ഫ്രൂട്ട്സ് മരങ്ങൾ, അതിൻ്റെ അകത്ത് റംബുട്ടാൻ, മാങ്കസ്റ്റ്, അങ്ങനെയുള്ള മാവ്, ഇങ്ങനെ 35 മരം ഫ്രൂട്ട്സ് മരം ഞാൻ വെക്കാനിടയായി. അതിൻ്റെ അകത്ത് റംബുട്ടാനും മാങ്കസ്റ്റും കായ്ച്ചു, മാവ് പൂത്തു. വളരെ സന്തോഷമുണ്ട്. ഒരു 6-7 നല്ല പേര, റെഡ് കളറുള്ള പേരയ്ക്കയും വൈറ്റ് ഷെയ്ഡിലുള്ള പേരയും, മുഴുത്ത പേര, മുഴുപ്പുള്ള പേരയുണ്ട്. അതും കായ്ക്കാൻ തുടങ്ങി. ഒരു 70 വാഴ വെച്ച് 70 വാഴയും നല്ല വൃത്തിയായി വളർന്നു വന്നു. 2004 ഞാൻ പെൻഷൻ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു നീണ്ട ഒരു വരുമാനവും എന്നാൽ കൂടുതലും മെയിൻ്റനൻസ് കുറഞ്ഞ ഒരു കൃഷി ചെയ്യണമെന്നാണ് വെച്ചത്. അങ്ങനെയാണ് ഒരു 10-13 ജാതി വെച്ച് ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് ഇത് നിറച്ചും ജാതിക്കയാണ്. ഇതാണ് തേൻവരിക്ക ചക്ക. വളരെ ടേസ്റ്റിയാണ്. കാര്യം പറഞ്ഞാൽ ഈ ചെറിയ ചക്കയാണെങ്കിലും, വളരെ ചെറിയ ചുളയാണെങ്കിലും വളരെ മധുരം. തേൻവരിക്ക എന്ന വാക്കിന്റെ അർത്ഥം ഇത് തേൻവരിക്ക തന്നെ. ഇതിന്റെ പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്ന് ക്ഷീണം വരുന്നു. ഇതൊക്കെ ഇരിക്കും, നമ്മളിങ്ങനെ ഇരുന്ന് സുഖമായിട്ട് ഇങ്ങനെ ചാരിയിരിക്കും. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മുടെ വാർദ്ധക്യകാലം, അതായത് പെൻഷന് ശേഷം അല്ലാതെ നോക്കുമ്പോൾ ഫ്രീ മൈൻഡിലേക്ക് വരാനായിട്ട് ഏറ്റവും പറ്റിയ ഒരു വർക്ക് എന്നുള്ളത് കൃഷിയാണ്. ഒരു വേർക്കുന്ന ഒരു ജോലി കണ്ടെത്തുക, സ്വന്തമായിട്ട് നടക്കാനിറങ്ങുക, അതിന് ഇടയ്ക്ക് കിട്ടുന്ന സമയം കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷിയിടത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിന് വളരെ ആനന്ദം ഉണ്ടാവും. അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ കൊടുക്കുകയും വീട്ടിൽ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവർ വളരെ സമൃദ്ധിയായിട്ട് ഒന്നും കൂടെ ബെറ്ററായി പോകും. എപ്പോഴും കുടുംബം ഒത്തൊരുമിച്ച് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ആണ് ഏറ്റവും നല്ലതായി പോകുന്നു എന്ന് എനിക്ക് നല്ല പൂർണ്ണ ബോധ്യമുണ്ട്. എന്നോട് കൃഷിയിൽ പ്രോത്സാഹിപ്പിക്കാനായിട്ട് എൻ്റെ ഭാര്യ അലിസ എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും വളരെ സന്തോഷമുണ്ട്. അവിടെ ഒരു സപ്പോർട്ടും എനിക്ക് വളരെ ഹെൽപ്പായി മാറിയിട്ടുണ്ട്. അതുപോലെ കുടുംബം ഒത്തുചേർന്ന് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഏറ്റവും നല്ലതെന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. താങ്ക് യു.